റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ലേബർ ഗവൺമെന്റിന് പുതിയ തലവേദനയായി ബ്രിട്ടനിൽ തൊഴിലില്ലായ്മ 4 വർഷത്തെ ഉയർന്ന നിലയിലെത്തി. ചാൻസലർ റേച്ചൽ റീവ്സ് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഇരിക്കവെയാണ് സമ്മർദ്ദം കൂട്ടുന്ന കണക്കുകൾ പുറത്തുവരുന്നത്. ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ട്രിപ്പിൾ ആഘാതം സമ്മാനിക്കുന്നതാണ് ഈ പുതിയ കണക്കുകൾ. ഈ വർഷം ലോകത്തെ ആധുനിക സമ്പദ് വ്യവസ്ഥകളിൽ വെച്ച് ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പം UK-യിലായിരിക്കുമെന്ന് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് മുന്നറിയിപ്പ് നൽകി. കൂടാതെ പാശ്ചാത്യ നാടുകളിലെ ജീവിത നിലവാരം മോശം വളർച്ച നേടുന്ന രാജ്യമായും ബ്രിട്ടൻ മാറുമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രാജ്യത്ത് തൊഴിലില്ലായ്മ 4 വർഷത്തെ ഉയർന്ന നിലയിലേക്ക് എത്തിയതായും വ്യക്തമായത് ചാൻസലർക്ക് തിരിച്ചടിയായി മാറുകയാണ്. വരുമാന വളർച്ച കുത്തനെ താഴുന്നുവെന്നാണ് ഇതിനൊപ്പം ചേർത്ത് വയ്ക്കുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ അപകടത്തിലേക്ക് ബ്രിട്ടൻ പെട്ടെന്ന് എത്തിപ്പെടാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതായി ഉന്നത ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബ്രിട്ടന്റെ സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്നതിൽ ലേബറിന് വീഴ്ചകൾ സംഭവിക്കുന്നതിന്റെ പുതിയ തെളിവായാണ് വിമർശകർ ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. 30 ബില്യൺ പൗണ്ടിന്റെ ധനക്കമ്മി നേരിടുന്നതിനാൽ ചാൻസലർ വീണ്ടും നികുതി വർധന അടിച്ചേൽപ്പിക്കുമെന്ന ആശങ്ക നിലനിൽക്കവെയാണ് കണക്കുകൾ തിരിച്ചടി സമ്മാനിക്കുന്നത്. ഓഫീസ് ഫോർ ബഡ്ജറ്റ് റെസ്പോൺസിബിലിറ്റി ഭാവിയിലെ വളർച്ചാ നിരക്ക് ഇനിയും താഴും. ഓഫീസ് ഫോർ ബഡ്ജറ്റ് റെസ്പോൺസിബിലിറ്റി ഭാവിയിലെ വളർച്ചാ നിരക്ക് ഇനിയും താഴ്ത്തും. ഇതിന് അനുസൃതമായി കടമെടുപ്പ് നിയമങ്ങൾ നിയന്ത്രിച്ച് നിർത്താൻ റീവ്സ് നിർബന്ധമാകും. പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന നികുതികൾ ഉയർത്തില്ലെന്ന വാഗ്ദാനം പാലിച്ചാൽ മറ്റു വഴികളിലാണ് വർധന തേടിയെത്തുക എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. UK-യിലേക്ക് വിസ കിട്ടാൻ ഇംഗ്ലീഷിൽ A ലെവൽ ഭാഷാ പ്രാവീണ്യം ഉണ്ടായിരിക്കണമെന്ന് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്. ഈ ഭാഷാ ടെസ്റ്റുകളിൽ വിജയിക്കുന്നവർക്ക് മാത്രമാകും ഇനി വിസ നൽകുകയെന്ന് ഷബാന മഹ്മൂദ് വ്യക്തമാക്കുന്നു. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാത്തതിനാൽ രാജ്യത്ത് എത്തിച്ചേരുന്നവർക്ക് കാര്യമായ സംഭാവന നൽകാനില്ലെന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഹോം സെക്രട്ടറി പറഞ്ഞു. പുതിയ മാറ്റങ്ങൾ വരുന്നതോടെ ഹോം ഓഫീസിന്റെ എഴുത്ത്, വായന, സ്പീക്കിംഗ് ടെസ്റ്റുകളാണ് പാസ്സാകേണ്ടി വരിക. ബ്രിട്ടനിലേക്ക് അനധികൃത കുടിയേറ്റക്കാർ ഒഴുകിയെത്തുമ്പോൾ ലേബർ ഗവൺമെന്റ് രൂക്ഷ വിമർശനമാണ് നേരിടേണ്ടി വരുന്നത്. ഇതിനിടെയാണ് UK-യിലേക്കുള്ള വരവ് കുറയ്ക്കാൻ ഷബാന മഹ്മൂദ് പുതിയ നിബന്ധനകൾ അവതരിപ്പിക്കുന്നത്. നിലവിൽ വിസ ലഭിക്കാൻ അപേക്ഷകർക്ക് GCS E ലെവൽ റീഡിംഗ്, എഴുത്ത്, സ്പീക്കിംഗ് സ്കില്ലുകളാണ് ആവശ്യം. എന്നാൽ വിദേശത്ത് ജനിച്ച 10 ബ്രിട്ടീഷുകാരും ഇപ്പോൾ അല്പം പോലും ഇംഗ്ലീഷ് പറയാത്തവരാണെന്ന് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. 9 ലക്ഷത്തിന് മുകളിലാണ് ഈ സംഖ്യ. 7,94,332 ആളുകൾക്ക് ഇംഗ്ലീഷ് കാര്യമായി സംസാരിക്കാൻ അറിയില്ല. 1,37,876 പേർക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയുകയുമില്ല. ഈ രാജ്യം വിദേശികളെ രാജ്യത്തിന് സംഭാവന നൽകാൻ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഭാഷ പോലും അറിയാത്തവർ എത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ ജീവിക്കാൻ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, മഹ്മൂദ് വ്യക്തമാക്കുന്നു. കുടിയേറ്റ നിയന്ത്രണത്തിലെ മറ്റൊരു ആയുധമായാണ് ഇംഗ്ലീഷ് നിബന്ധന കൊണ്ടുവരുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. മുൻ കെനിയൻ പ്രധാനമന്ത്രി റെയ്ല ഓട്ടിംഗ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. കൂത്താട്ടുകുളത്തെ ശ്രീധരീയം നേത്രചികിത്സാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. കഴിഞ്ഞ ദിവസമാണ് റെയ്ല ഓട്ടിംഗയും മകളും കൂത്താട്ടുകുളം ശ്രീധരീയം ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയത്. പ്രഭാത നടത്തത്തിനിടെ റെയ്ല ഓട്ടിംഗ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പാലിയേക്കര ടോൾ നിരക്ക് കുറയ്ക്കാൻ തീരുമാനമെടുക്കാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് കേന്ദ്രത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായത്. ടോൾ നിരക്ക് കുറയ്ക്കാൻ ദേശീയപാത അതോറിറ്റിക്കാണ് അധികാരം. ദേശീയപാത നിർമ്മാണത്തിൽ കാര്യമായ പുരോഗതിയുണ്ടെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരാൻ കോടതി നിർദ്ദേശം. ഹർജികൾ വെള്ളിയാഴ്ച പരിഗണിക്കും. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കൃത്രിമ കരിപ്രസാദ നിർമ്മാണത്തിൽ ദേവസ്വം അസിസ്റ്റന്റ് ഓഫീസർക്കും മേൽശാന്തിക്കും നോട്ടീസ് നൽകി. ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറാണ് നോട്ടീസ് നൽകിയത്. പരാതിക്കാരിൽ നിന്നും ജീവനക്കാരിൽ നിന്നും ദേവസ്വം വിജിലൻസും മൊഴിയെടുത്തു തുടങ്ങി. വ്യാജമായി കരിപ്രസാദം നിർമ്മിച്ച സ്ഥലങ്ങൾ ദേവസ്വം വിജിലൻസ് പരിശോധന നടത്തിയതിന് പിന്നാലെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും മേൽശാന്തിക്കും കീഴ്ശാന്തി ചുമതല വഹിക്കുന്ന ആൾക്കുമാണ് നോട്ടീസ് നൽകിയത്. വാടക വീട്ടിലും ദേവസ്വം കെട്ടിടത്തിന് മുകളിൽ നിന്നും ശേഖരിച്ച വസ്തുക്കൾ സുരക്ഷിത സ്ഥലത്തിലേക്ക് മാറ്റി സീൽ ചെയ്തു. വിജിലൻസ് SIയുടെ നേതൃത്വത്തിൽ പരാതിക്കാരുടെയും ക്ഷേത്ര ജീവനക്കാരുടെയും മൊഴിയെടുക്കാനും ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ദേവസ്വം വിജിലൻസ് ശേഖരിച്ച സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. സുതാര്യമായ അന്വേഷണം ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് വിശ്വാസികളുടെ തീരുമാനം. ലോകകപ്പ് യോഗ്യത റൗണ്ട് മത്സരത്തിൽ ഹംഗറിക്കെതിരെ സമനില വഴങ്ങി പോർച്ചുഗൽ. ആവേശകരമായ മത്സരത്തിൽ അവസാന മിനിറ്റ് ഡൊമിനിക് സൊബാസ്ലായി നേടിയ ഗോളാണ് ഹംഗറിക്ക് സമനില നേടിക്കൊടുത്തത്. അവസാന മിനിറ്റ് വരെ 2-1 മുന്നിൽ നിൽക്കുകയായിരുന്നു പോർച്ചുഗൽ. ഒടുവിൽ 2-2 സമനില വഴങ്ങേണ്ടി വന്നു. പോർച്ചുഗലിനായി സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇരട്ട ഗോൾ കരസ്ഥമാക്കി. മത്സരം തുടങ്ങിയ 8-ാം മിനിറ്റിൽ തന്നെ അറ്റില സലായിലൂടെ ഹംഗറി മുന്നിലെത്തിയിരുന്നു. എന്നാൽ 22-ാം മിനിറ്റിൽ റൊണാൾഡോയുടെ മറുപടി ഗോൾ എത്തുന്നു. പിന്നീട് പോർച്ചുഗീസ് മത്സരത്തിൽ ഡോമിനേറ്റ് ചെയ്തെങ്കിലും ഹംഗറിയും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ആദ്യ പകുതിയുടെ അവസാന മിനിറ്റിൽ റോണോ തന്റെ 2ാം ഗോളിലൂടെ പോർച്ചുഗലിന് ലീഡ് സമ്മാനിക്കുകയായിരുന്നു. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്.
നിരക്ക് 118.04 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകൾ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.